ഇറങ്ങിച്ചട്ടെ. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോ എന്താ പറഞ്ഞത്? ഗഞ്ചരാവില് എത്ര 5000 കോടി ഉണ്ട്, 6000 കോടി ഉണ്ട് എന്നൊക്കെയല്ലേ പറഞ്ഞത്. എടോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് മാത്രം നിങ്ങൾ 3000 കോടി രൂപ കടം വരുത്തിയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. കടം വീട്ടണ്ടോ? കടം വീട്ടണ്ടേ? കടം വീട്ടാൻ പൈസ വേണ്ടേ? കടം വീട്ടാൻ പൈസ വേണ്ടടോ. നിങ്ങൾ വരുത്തി വെച്ച കടല്ലേ ഇത്. രണ്ടാഴ്ച കൊണ്ട് വി ഡി സതീശൻ ഉണ്ടാക്കിയ കടല്ലല്ലോ. നിങ്ങൾ 10 വർഷം മുടിച്ചിട്ട്, നിങ്ങൾ ദൂർത്തടിച്ചിട്ട്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവർക്കല്ലടോ ആദ്യം പൈസ കൊടുക്കേണ്ടത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിതരണം ചെയ്യുന്ന ഈ വിതരണക്കാരുടെ ഈ കുടിശ്ശിക തീർത്താൽ, 3000 കോടി രൂപ കൊടുത്ത് തീർത്താൽ മാത്രമേ ഈ പൊതുവിപണിയിൽ ഇടപെടാൻ പറ്റുള്ളൂ, വില പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെയാണ് നമ്മൾ ആദ്യം സഹായിക്കേണ്ടത്, അവരെയാണ് ശക്തിപ്പെടുത്തേണ്ടത്. അതിന് പല നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ കഴിഞ്ഞ 10 വർഷം സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുക്കാനുള്ള പൈസ ഒന്നും കൊടുത്തില്ല. അങ്ങനെ കൂടി ഇപ്പൊ 3000 കോടി ഉണ്ടെന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയി അല്ലേ? ഇത് കൊടുക്കണ്ടേ? ഇത് കൊടുത്ത് തീർക്കണം. ഇത് കൊടുത്ത് തീർത്തിട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരെ പൊതുവിപണിയിൽ ഇത്തരത്തിലുള്ള വിലക്കയറ്റത്തിന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇടപെടും. അതാണ് ശരി, അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ അധിക വരുമാനം രണ്ടാഴ്ച കൊണ്ട് ഞാൻ ഈ കിട്ടിയ അധിക വരുമാനം ഈ കുറച്ചു കൊടുക്കണം. നിങ്ങൾ ഐസക് എന്താ പറഞ്ഞത്? വി ഡി സതീശൻ ചോദിക്കുകയാണ് കെ എൻ ബാലഗോപാലിനോട്, നിങ്ങളുടെ ഐസക്, ബാലഗോപാലൻ പോട്ടെ, ബാലഗോപാലിന്റെ മുന്നേ 5 വർഷം ഭരിച്ച ഐസക് പറഞ്ഞെന്താണെന്നറിയോ? ഐസക് ഭരിക്കുന്ന കാലത്ത് ഇതേപോലെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചു. അതിന്റെ അധിക നികുതിയൊക്കെ ഐസക്കിന്റെ ആ കാലത്ത് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ, സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഐസക് പറഞ്ഞത്, ശരി, ഞങ്ങളന്ന് പ്രതിപക്ഷത്തിലുണ്ടായിരുന്നു, ഞങ്ങൾ പറഞ്ഞിരുന്നു കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഐസക് എന്താ പറഞ്ഞത്? അങ്ങനെ കുറയ്ക്കുന്നത് ആനമണ്ടത്തരമാണ്. ബാലഗോപാലിന് വല്ല മറുപടി ഉണ്ടോ? എന്ത് മറുപടി പറയാനാണ്? ഐസക് പറഞ്ഞതാണ് അല്ലേ? കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇതൊരു ആനമണ്ടത്തരമാണ്. എങ്ങനെ കുറയ്ക്കുക? കൂട്ടിയത് കേന്ദ്രമല്ലേ? കേന്ദ്രം കൂട്ടി. കേന്ദ്രം ചെയ്യുന്ന ഈ പാപഭാരം സംസ്ഥാനം എന്തിനു വഹിക്കണം? കേന്ദ്രമല്ലേ കൂട്ടിയത്. കുറയ്ക്കണമെങ്കിൽ കേന്ദ്രം കുറയ്ക്കട്ടെ, അങ്ങ് കുറയ്ക്കാനും പറ്റൂല. അത് ഏറ്റവും വലിയ ആനമണ്ടത്തരമാണ് എന്ന് പറഞ്ഞ ആളാണ് ഐസക്. എന്നിട്ട് ഇപ്പം നിങ്ങൾ വന്നും കണ്ട് ഈ 2 ആഴ്ച കൊണ്ട് എന്നോട് കുറയ്ക്കണം പറയാൻ ഉളുപ്പില്ലേ? ഇതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. പ്രതിപക്ഷത്തിന്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് ഒരു വാക്ക് വി ഡി സതീശനെതിരെ പറയാൻ ഇവർക്ക് പറ്റില്ലാന്നേ. കാരണം എല്ലാ തോന്നിവാസങ്ങളും, എല്ലാവിധ നെറികേടുകളും തെണ്ടിത്തരങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് എന്താ പറയാൻ പറ്റുക? അതാണ് ഇപ്പൊ അനുഭവിച്ചത്. ആദ്യത്തെ അടിയാണ് വി ഡി സതീശൻ കെ എൻ ബാലഗോപാലിനോട് പറഞ്ഞെന്താണെന്നറിയോ? മോനെ, കളിക്കല്ലോ, കളി എന്നോട് വേണ്ട എന്നാണ് വി ഡി സതീശൻ ബാലഗോപാലിന്റെ മുഖത്ത് നോക്കി പറയാതെ പറഞ്ഞത്. ബാലഗോപാൽ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 3000 കോടി കൊടുക്കാൻ ബാക്കി. എന്നിട്ട് പറയാണ് ഈ അധിക നികുതി കുറയ്ക്കണമെന്ന്. കടന്ന് വരുത്താതെ വാങ്ങിൽ പോണേ. മാത്രമല്ല, ഈ ബാലഗോപാൽ ചെയ്ത വേറെ കൊടുംചതി എന്താണെന്നറിയോ? ഇവര് ഈ കഴിഞ്ഞ 10 വർഷം അധിക നികുതി ഒരു ചില്ലിക്കാശ്, ഒരു നയ പൈസ കുറച്ച് കൊടുത്തില്ല. മാത്രമല്ല 2 രൂപ കൂട്ടി. അതല്ലേ ഏറ്റവും വലിയ രസം. അതായത് പെട്രോളിന് സെസ് ഏർപ്പെടുത്തി, 2 രൂപ സെസ് ഏർപ്പെടുത്തി. ചോദിച്ചാൽ പറയും അത് ഈ മറ്റേ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തും ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നല്ലോ. അന്ന് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സെസ് ഒന്നും ഏർപ്പെടുത്തിയില്ലല്ലോ. അപ്പൊ ഈ സെസ് 2 രൂപ സെസ് ഏർപ്പെടുത്തിയ ടീമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാണ് നിങ്ങള്. അതായത് ഇവര് ഭരിച്ച 10 കൊല്ലം ഇവരെല്ലാ അധിക നികുതി കൊണ്ട് വാങ്ങിച്ച് ഒറ്റ പൈസ കുറച്ച് കൊടുത്തില്ല. മാത്രമല്ല 2 രൂപയാണ് കൂട്ടും ചെയ്ത്. ആ ടീം ഇപ്പൊ വന്നിട്ട് വെറും 2 ആഴ്ച പ്രായമായ സർക്കാരിനോട് പറയാണ് നിങ്ങൾ കുറയ്ക്കുക. എന്താ നിങ്ങൾ കുറയ്ക്കാത്തത്? ടെലിവിഷൻ ചാനലൊക്കെ ഇരുന്നിട്ടെ ഓരോരോ അന്തകമ്മികൾ വന്നിരുന്ന് കാട്ടിങ്ങനെ അത് വി ഡി സതീശൻ അന്ന് പറഞ്ഞിരുന്നു. വി ഡി സതീശൻ അന്ന് പറഞ്ഞിരുന്നു കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. വി ഡി സതീശൻ വേണമെങ്കിൽ ഇപ്പൊ കുറയ്ക്കില്ല എന്നല്ലല്ലോ പറഞ്ഞത്. വി ഡി സതീശൻ എന്താ പറഞ്ഞത്? 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ, ഞങ്ങൾ കാര്യങ്ങൾ നോക്കട്ടെ, ഇത് വന്നിരുന്നോടിപ്പോ നിങ്ങൾ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ കുറയ്ക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ കടന്ന് വരുത്തില്ലെങ്കിൽ പിന്നെ നോക്കായിരുന്നു നമുക്ക്. നിങ്ങൾ ഇറങ്ങി പോകുമ്പോഴുള്ള കടം മുഴുവൻ വരുത്തി വെച്ചിട്ട് നിങ്ങൾ ഇറങ്ങി പോകുമ്പോ ഇവിടെ കടത്തിനോട് കടം, എല്ലാ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കടം, കരാറുകാർക്ക് കടം, മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ വിതരണക്കാർക്ക് കടം, കുട്ടികളുടെ സ്കോളർഷിപ്പ് കൊടുത്തിട്ടില്ല. ഇതൊക്കെ കൊടുത്ത് തീർക്കണ്ടേ? സംസ്ഥാന ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ ഉണ്ട്. നിങ്ങളെന്താ പറഞ്ഞത്? അതൊക്കെ അടുത്ത സാമ്പത്തിക വർഷം തരാന്ന് പറഞ്ഞാലേ പോയത്. അടുത്ത സാമ്പത്തിക വർഷം നിങ്ങൾ വരില്ല, നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഇതൊക്കെ കൊടുക്കണ്ടേ?
എന്തു പറയാൻ? കെ.എൻ. ബാലഗോപാൽ എന്ത് പറയാൻ? പിണറായി വിജയൻ എന്തു പറയാൻ? പറയാതെ വേറെ വേറെ എന്ത് ചെയ്യാൻ? അപ്പോൾ ഏതായാലും പ്രതിപക്ഷത്തോട് എനിക്ക് പറയാനുള്ളതേ, നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ മെനക്കെടുന്നത്? ആവൂലെന്ന്, നിങ്ങൾക്ക് ആവൂല, കൂട്ടിയാ കൂടില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് ഇനി ഒരു വാക്ക് പറയാനുള്ള ധാർമ്മിക അവകാശം നിങ്ങൾക്ക് ഇല്ല. കാരണം നിങ്ങൾ അത്രമാത്രം ജനങ്ങൾ ഇങ്ങനെ ദ്രോഹിച്ചു അല്ലേ? എന്നിട്ട് ഇവിടെ വന്നിരുന്നു ഇപ്പൊ വലിയ വർത്താനം പറയാണ്. എടോ വി.ഡി. സതീശൻ ഈ സാധനങ്ങളൊക്കെ കുറയ്ക്കും. കാരണം ആദ്യം ധവളപത്രം വരട്ടെ അപ്പൊ അറിയാലോ. അപ്പോഴാണ് മുഖ്യമന്ത്രി എന്താ പറയാ, സോറി, മുഖ്യമന്ത്രി അല്ല, പഴയ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരു ഉമ്മാക്കിയാണെന്ന് പറയുന്നത്. അതായത് ധവളപത്രം മൂപ്പർക്ക് ഇപ്പം തന്നെ ബേജാറായിക്കണം. ധവളപത്രം വന്നു കഴിഞ്ഞാൽ മൂപ്പരുടെ ഈ തോന്നിയാസങ്ങളൊക്കെ അതിലുണ്ടാവും, മൂപ്പരുടെ ദൂർത്തൊക്കെ അതിലുണ്ടാവും. അപ്പോഴാ പറയാം അതൊക്കെ ഒരു ഉമ്മാക്കിയാണെന്ന്. ഒരു ഉമ്മാക്കും ഇല്ലടോ വിജയ, അതൊക്കെ വരും ട്ടോ. ഉമ്മാക്കി അല്ല ട്ടോ. എന്താ പറയാ, മൂപ്പര് വിചാരിച്ച മൂന്നാം തവണയും ഇങ്ങനെ തിന്ന് മതിച്ച് അർമാദിച്ച് അല്ലേ? എന്നിട്ട് ഇപ്പൊ വന്നിരുന്ന് കണ്ട് വി.ഡി. സതീശനെ കുറ്റം പറയും. അപ്പൊ ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭയിൽ ഇന്ന് അരങ്ങേറിയ ഏറ്റവും കൗതുകകരമായ കാഴ്ച ഇതാണ്. പ്രതിപക്ഷത്തിന്റെ എന്താ പറയാ, അണ്ണാക്കിൽ പിരിവെട്ടിയ കഥ കൊടുത്തു വി.ഡി. സതീശൻ. കാരണം നമുക്ക് നേരത്തെ അറിയാലോ, നിയമസഭയിൽ വി.ഡി. സതീശനോട് സംസാരിച്ച് വി.ഡി. സതീശനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. പണ്ട് ഡിബേറ്റിന് വി.ഡി. സതീശൻ വെല്ലുവിളിച്ചപ്പോ മുങ്ങിയ ആളാണ് പിണറായി വിജയൻ. കാരണം പിണറായി വിജയനോട് ആരോ പറഞ്ഞു വേണ്ട പോണ്ട. കാരണം പിണറായി വിജയൻ ആകെ ഇത് നോക്കി വയ്ക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷെ ഐസക്കിന് വരെ ലോട്ടറി വിവാദത്തിലുണ്ടല്ലോ, ഐസക്കിന് വരെ വെള്ളം കുടിപ്പിച്ച ആളാണ് സതീശൻ. ആ സതീശനോടാണ് കെ.എൻ. ബാലഗോപാൽ മുട്ടാൻ വരുന്നത്. അപ്പൊ ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതേപോലെ പ്രതിപക്ഷം ചമ്മി നാറുന്നത് നമ്മൾക്ക് ഇനിയും കാണേണ്ടി വരും കേട്ടോ. അപ്പൊ ഏതായാലും വേറെ മാർഗമില്ല. ഇതൊക്കെ ചെയ്തതിന്റെ പാപങ്ങളൊക്കെ അനുഭവിച്ച തീരു വിജയ കേട്ടോ. പലരും പറഞ്ഞോ പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് ഉളുപ്പുമാനും ഇല്ലല്ലോ അല്ലേ? ഉളുപ്പുമാനും ഇല്ലാത്തവനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് സംഭവിച്ചത്. ഇതൊരു തുടക്കം മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലത്ത് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് കാര്യമായിട്ട് നിയമസഭയിൽ ഒരു റോളുമില്ല. ഭരണപക്ഷത്തിന്റെ നടപടികളെ വിമർശിക്കാൻ, എതിർക്കാൻ അവർക്ക് പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ചെയ്ത തോന്നിവാസങ്ങൾ, തെണ്ടിത്തരങ്ങൾ അത്രമാത്രമാണ്. അപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ ഇന്നിപ്പം യഥാർത്ഥത്തിൽ എത്രയാണ് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ 18-ാം തീയതി ആയിരുന്നല്ലോ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. എന്ന് പറഞ്ഞാൽ വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റിട്ട് ഇന്നത്തേക്ക് എത്രയാണ് 14 ദിവസം, 2 ആഴ്ചയായിട്ടുള്ളൂ വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റിട്ട്. ഈ 2 ആഴ്ച കഴിഞ്ഞ് ഇന്നത്തെ നിയമസഭ ഈ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരികയാണ്. നല്ല കാര്യം തന്നെ. അതായത് ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അറിയാലോ, കേന്ദ്ര സർക്കാർ അടിക്കടി ഈ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നു. ഇപ്പൊ 2 പ്രാവശ്യമായിട്ട് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വർദ്ധിപ്പിക്കാത്ത തരമില്ല. കാരണം ഇത് പശ്ചിമേഷ്യ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ രാജ്യങ്ങളിലും ഇന്ധന പ്രതിസന്ധിയുണ്ട്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഇന്ധന വില വർധന ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കെ.എൻ. ബാലഗോപാലാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. അതായത് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് കെ.എൻ. ബാലഗോപാലാണ്. അതായത് പഴയ നമ്മളെ ധനകാര്യമന്ത്രി. അപ്പൊ കെ.എൻ. ബാലഗോപാലിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെട്രോൾ വില വർധനവിലൂടെ അല്ലെങ്കിൽ ഡീസൽ വില വർധനവിലൂടെ സംസ്ഥാന സർക്കാരിന് ലഭിച്ച അധിക നികുതി വരുമാനം, സ്വാഭാവികമായിട്ടും ഈ അധിക നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1200 കോടി രൂപയോളം, ഏതാണ്ട് 1200 കോടി രൂപയോളം അധിക വരുമാനം ഇപ്പൊ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം കെ.എൻ. ബാലഗോപാലിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ അധിക നികുതി സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വെക്കണം, അത് സബ്സിഡി ആയിട്ട് കൊടുക്കണം. അതായത് പെട്രോൾ ഡീസൽ വില സംസ്ഥാന സർക്കാർ കുറയ്ക്കണം. അതായത് സംസ്ഥാന സർക്കാരിന് ഈ അധികമായി കിട്ടുന്ന നികുതി വേണ്ട എന്ന് വെച്ചിട്ട്
ഈ വില കുറച്ചു കൊടുക്കണമെന്നാണ് കെ.എൻ. ബാലഗോപാലിന്റെ ആവശ്യം. അപ്പൊ അത് ജനങ്ങൾക്ക് ഒരുപാട് സഹായകരമാകും. സംസ്ഥാനത്തെ ഈ വിലക്കയറ്റം ഒരു പരിധിവരെ തടയാൻ പറ്റുന്നൊക്കെയാണ് കെ.എൻ. ബാലഗോപാൽ എന്ന് പറയുന്ന കഴിഞ്ഞ ധനകാര്യമന്ത്രിയുടെ ആവശ്യം. മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട്, നമുക്ക് സതീശനോടുള്ള ഒരു ഇഷ്ടം കൂടുന്നത് എപ്പോഴാണെന്നറിയോ, സതീശൻ എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്തിട്ട് വളരെ കൃത്യമായി, എന്താ പറയാ, പിന്നെ ഒന്നും പറയാനില്ല ബാലഗോപാലിന്, പിന്നെ ഒന്നും പറയാനില്ല. ബാലഗോപാലിന്റെ വായിലേക്കാണ് എന്താ പറയാ ഇടിച്ച് കയറ്റി കൊടുത്തത് സതീശൻ പറഞ്ഞത്, എടോ ബാലഗോപാല, പിണറായി വിജയനും ഉണ്ടല്ലോ പ്രതിപക്ഷ നേതാവ്, അങ്ങനെ പിണറായി വിജയനും ബാലഗോപാലിനൊക്കെ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 10 വർഷം നിങ്ങൾ ഭരിച്ചു അല്ലേ? കഴിഞ്ഞ 10 വർഷം നിങ്ങൾ ഭരിച്ചിട്ട് എത്ര തവണ പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചു? എന്നിട്ട് ആ കാലങ്ങളിൽ ഏതെങ്കിലും ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഈ അധികമായി കിട്ടിയ നികുതി വരുമാനം കുറയ്ക്കാൻ നിങ്ങൾ സന്നദ്ധമായിട്ടുണ്ടോ? പ്രതിപക്ഷത്തിന് മറുപടിയില്ല, ബാലഗോപാലിന് മറുപടിയില്ല. ബാലഗോപാൽ ആകെ ഈ ഉണ്ട വിഴിഞ്ഞ മാതിരി ഇങ്ങനെ കണ്ണും തുറപ്പിച്ച് നിൽക്കുകയാണ്. വി.ഡി. സതീശൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ 5 വർഷം കെ.എൻ. ബാലഗോപാലായിരുന്നു ധനകാര്യമന്ത്രി, അതിന്റെ മുന്നത്തെ 5 വർഷം ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നു ധനകാര്യമന്ത്രി, ഈ 2 കാലയളവിലും പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രി. ഈ 10 വർഷം നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം, ഞാനിവിടെ അധികാരം ആകെ 2 ആഴ്ചയായിട്ടുള്ളൂ. ഞാൻ ചെയ്യില്ല എന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ അധിക നികുതി കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടപ്പാക്കുക? ഞാനൊന്ന് കാര്യങ്ങൾ പഠിക്കട്ടെ. ഇനി ഇതാ ധവളപത്രം അവതരിപ്പിക്കാറുണ്ട്, അതൊക്കെ നോക്കിയിട്ട് സാമ്പത്തിക സ്ഥിതിയൊക്കെ നോക്കിയിട്ടല്ലേ ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ഏതാണ്ട് 3000 കോടി രൂപ കൊടുക്കാനുണ്ട്.